ജ്യോതിഷവിദ്യയിലെ മൂന്നാം ഘട്ടമായ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഈ ആഴ്ച പല്ലാവൂരിൽ നിന്നും ദിനേഷ് കുമാറാണ് നമ്മൾക്ക് എഴുതിയിരിക്കുന്നത്. മകൻ്റെ ജാതകപ്രകാരമുള്ള കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് ദിനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകന് ഇപ്പോൾ രാഹുദശാകാലമാണ്. ജാതകം വായിച്ച ജ്യോത്സ്യൻ പറഞ്ഞത് രാഹുദശ ഗുണം ചെയ്യും എന്നാണ്. പക്ഷേ ഞങ്ങൾ കുറച്ചു നാൾ മുമ്പ് ജാതകം പരിശോധിച്ചപ്പോൾ ഒരു ഗുരുനാഥൻ പറഞ്ഞു രാഹുദശ ദോഷകാലമാണെന്നും വിദ്യാഭ്യാസം മുടങ്ങുമെന്നും സൽസ്വഭാവത്തിന് മാറ്റം വരുമെന്നുമെല്ലാം പറഞ്ഞു. ഇതിലേതാണ് ശരി എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ശരിക്കും രാഹുദശ ഗുണമാണോ ദോഷമാണോ ചെയ്യുക? ഈ രാഹുദശാകാലം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാകും വരുത്തുക എന്നെല്ലാം അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട്. വിശദമായൊരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ദിനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. മകൻ്റെ ജാതകപ്രകാരം ഇപ്പോൾ രാഹുദശാകാലമാണ് പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ രാഹുദശാകാലം ദോഷമായിട്ടാണ് ഫലവിഭാഗങ്ങളിലെല്ലാം പ്രധാനമായിട്ടും പ്രസ്താവിച്ചിരിക്കുന്നത്. കുര്യാദഹിഹി ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രഭീതിം സുതാർത്തിമതിവിഭ്രമബന്ധുനാശം നീചാപമാനനമതിക്രമതോപവാദം സ്ഥാനച്യുതിം പദഹതിം കൃതകാര്യഹാനി എന്നുള്ള വിധിപ്രകാരം ദോഷമായിരിക്കുന്ന ഫലങ്ങൾക്കാണ് ആധിക്യത കൂടുതലായിട്ട് രാഹുവിൻ്റെ ദശാകാലത്തിൽ പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഈ രാഹുവിൻ്റെ അഹിയുടെ ദശാകാലത്തിൽ പ്രധാനമായിട്ടും ക്ഷിതിപഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷിതിയുടെ അധിപൻ രാജാക്കന്മാരിൽ നിന്നുമുള്ളതായിരിക്കുന്ന കോപങ്ങൾ വന്നു ചേരാനും, ചോരഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളന്മാരുടെ ഉപദ്രവം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഇവിടെ വിശ്വാസവഞ്ചനയ്ക്കുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ടായാലും മതി. ക്ഷിതിപ ചോര വിഷസംബന്ധമായിട്ടും അഗ്നി സംബന്ധമായിട്ടും ആയുധ സംബന്ധമായിട്ടും എല്ലാം തന്നെ ഭീതിയിൽ കണ്ട സമയം, പേടി തട്ടുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് രാഹുദശാകാലം പൊതുവെ പറയാം. ക്ഷിതിപചോര വിഷാഗ്നി ശസ്ത്രപീതിം സുതാർത്തി മതിവിഭ്രമ ബന്ധുനാശം. സുതാർത്തിഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യാസന്താനാദികൾക്കെല്ലാം ദോഷപ്രദമായിരിക്കുന്ന, ആർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമങ്ങൾ സംഭവിക്കേണ്ട സമയമാണ് എന്നും, മതിവിഭ്രമ ബന്ധുനാശം. മതിവിഭ്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതി എന്നാൽ ബുദ്ധി എന്നുള്ളതാണ് അർത്ഥം. ബുദ്ധിക്ക് വിഭ്രമം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികപരമായിരിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ സാരമായിട്ട് പ്രധാനമായിട്ടും കണക്കിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ മാനസികപരമായിരിക്കുന്ന വിഷമതകൾ വന്നു ചേരണമെന്നും, ബന്ധുനാശം എന്ന് സൂചിപ്പിക്കുമ്പോൾ ബന്ധുക്കൾക്ക്, ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അച്ഛനായ താങ്കൾക്കും അമ്മയ്ക്കും എല്ലാം തന്നെ ചെറിയ ചെറിയ അനിഷ്ടതകൾ, അദ്ദേഹത്തിനും അനിഷ്ടതകൾ സംഭവിക്കാനും, നീചാപമാനനം അതിക്രമതോപവാദം. നീചാപമാനം തന്നിൽ താഴെയുള്ള വ്യക്തികളിൽ നിന്നോ ഇല്ലെങ്കിൽ നികൃഷ്ടമായിരിക്കുന്ന ആളുകളിൽ നിന്നോ മോശമായിരിക്കുന്ന വ്യക്തികളിൽ നിന്നെല്ലാം തന്നെ അപമാനങ്ങൾ വന്നു ചേരാനുള്ളതായിരിക്കുന്ന സാധ്യതയും, ക്രമതോ അപവാദം അപവാദങ്ങൾ വർദ്ധിക്കാൻ ഉള്ളതായിരിക്കുന്ന സാധ്യതയും, സ്ഥാനച്യുതിയും സ്ഥാനത്തിന് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണോ ആ പൊസിഷന് വ്യത്യാസം പ്രധാനമായിട്ടും വരാനും ഉള്ളതായിരിക്കുന്ന കാര്യഹാനിഹി. കാര്യങ്ങൾക്ക് ഏതൊരു കാര്യം എടുത്താലും അതിലെ തടസ്സങ്ങളും ദോഷങ്ങളും വന്നു ചേരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പൊതുവെ പറയാം. അപ്പോൾ ഈ ഒരു ഫലം കണക്കിലെടുത്തായിരിക്കും ഇപ്പോൾ നോക്കിയ ആ ജ്യോത്സ്യൻ, ആ ഗുരുനാഥൻ പ്രധാനമായിട്ടും രാഹുദശാകാലം ദോഷമാണ് എന്നുള്ളത് പ്രധാനമായിട്ടും വിധിച്ചിട്ടുണ്ടാകുക. മാത്രമല്ല മറ്റൊരു ആചാരവുമുണ്ട്, മറ്റൊരു പ്രമാണമുണ്ട്. അസുരവരദശായാം ദുസ്വഭാവോദവാസ്യ ദതി ഗഹനഗതാർത്ഥി സൂനുനാരു വിനാശ എന്നുള്ള വിധിപ്രകാരം അസുരവരദശായാം അസുരനായിരിക്കുന്ന ഈ രാഹുവിൻ്റെതായിരിക്കുന്ന ദശാകാലത്തിൽ ദുസ്വഭാവോദവാസ്യ ദുസ്വഭാവം വരണം, സ്വഭാവത്തിന് ദോഷം സംഭവിക്കണം, മോശമായിരിക്കുന്ന സ്വഭാവം ആയിത്തീരണം എന്നെല്ലാം ഈ പ്രമാണപ്രകാരം പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പ്രമാണങ്ങളെല്ലാം കണക്കിലെടുത്താണ് പ്രധാനമായിട്ടും രാഹുദശ ദോഷം ചെയ്യും എന്നുള്ളത് പ്രധാനമായിട്ടും വിധിച്ചത് എന്ന് തോന്നുന്നു. പക്ഷേ താങ്കളുടെ മകൻ്റെ ജാതകപ്രകാരം മീനം രാശിയിൽ നിൽക്കുന്ന രാഹു ആയിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. മീനം രാശിയിൽ നിൽക്കുന്ന രാഹുവിനെ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അധികമായിട്ട് അങ്ങോട്ട് പറയാൻ പോരാ എന്നുള്ളതാണ് പറയുക. കാരണം കന്യാസമീനാളെ ഗതസ്യ രാഹുർ ദശാവിപാകി മഹിതഞ്ച സൗഖ്യം ദേശാധിപത്യം ധനവാഹനാപ്തിം ദശാവസാനി സകലം വിനാശം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കന്യരാശിയിലോ മീനം രാശിയിലോ വൃശ്ചികം രാശിയിലോ നിൽക്കുന്നതായിരിക്കുന്ന രാഹുവിൻ്റെ ദശാകാലത്തിൽ മഹിതഞ്ച സൗഖ്യം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രാജാവിന് തുല്യമായിരിക്കുന്ന, രാജാവിനെ പോലെയുള്ളതായിരിക്കുന്ന സൗഖ്യം, സുഖാവസ്ഥ ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം നല്ല സമ്പൽ സമൃദ്ധിയും ആരോഗ്യവും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്, അതെല്ലാം തന്നെ കൊടുക്കണം എന്നുള്ളതാണ് രാഹുദശാകാലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
ദേശാധിപത്യം, ദേശങ്ങളുടെ ആധിപത്യം വരിക എന്നുള്ളതാണ് സൂചന. ധനവാഹനാപ്തിയും, ധനവും വാഹനവും സിദ്ധിക്കാനും ഉള്ളതായിരിക്കുന്ന യോഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ദശാവസാനേ സകലം വിനാശം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ദശയുടെ അവസാനത്തിൽ സകലം വിനാശ, എല്ലാം ദോഷമായി പരിണമിക്കണം എന്നുള്ളൊരു യോഗം കൂടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ രാഹുദശാകാലം ആദ്യകാലവും മധ്യകാലവും ഗുണം ചെയ്യുമെങ്കിൽ കൂടിയിട്ട് അവസാന സമയം ദോഷം ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം പ്രധാനമായിട്ടും ജാതകത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ രാഹുദശയുടെ ലാസ്റ്റത്തെ അപഹാരമായ ചൊവ്വ രാഹുവിൽ നിന്ന് 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തിലായുള്ള സ്ഥിതിവിശേഷമാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചൊവ്വ കുറച്ചുകൂടി കൂടുതലായിരിക്കുന്ന പ്രയാസങ്ങൾക്ക് ഇടവരുത്തും. അത് വിദ്യാഭ്യാസപരമായിരിക്കുന്ന പ്രയാസങ്ങൾ ആ സമയത്തിൽ ചൊവ്വയുടെ ആ ദശ അപഹാര സമയത്തിൽ വരുത്തിച്ചു തീർക്കും എന്നുള്ളതേ പറയുന്നുള്ളൂ. പിന്നെ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെ അപഹാരത്തിന് മുൻപുള്ള ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അപഹാരം കുറച്ചുകൂടി ദോഷം ചെയ്യും. കാരണം ദശേശ വൈരീതു നിജാപഹാരി മൃതിം വിദദ്യാൽ അശുഭോ വിശേഷാൽ എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപഹാരവും ദോഷം ചെയ്യാനുള്ള സാധ്യത പ്രധാനമായിട്ടും പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പോഴുള്ള ഈ സമയം രാഹുദശ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഗുണം തന്നെയാണ്. കാരണം ശുഭരാശി നിൽക്കുന്നതായിരിക്കുന്ന രാഹുവാണ്. അഭീഷ്ടകാര്യസിദ്ധയോ ഗൃഹേ സുഖസ്ഥിതിർഭവേൽ അജഞ്ചലാർത്ഥ സഞ്ജയാഹ ക്ഷിതോ പ്രസിദ്ധ കീർത്തയാഹ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഭീഷ്ടപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം സർവാഭീഷ്ടങ്ങളും സാധിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യസിദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഗൃഹേ സുഖസ്ഥിതി അജഞ്ചലാർത്ഥ സഞ്ജയാഹ, ചലിക്കാത്ത സഞ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചഞ്ചലമില്ലാത്ത സഞ്ചയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളകാത്ത ധനത്തോടു കൂടിയിട്ടിരിക്കണം എന്നുള്ളതാണ് പറയുക. അപ്പോൾ എത്ര ചിലവാക്കിയാലും കുറയാത്ത ധനം വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് അച്ഛനാണ് പ്രധാനമായിട്ടും, അച്ഛനും അമ്മയ്ക്കാണ് ഈ യോഗം പ്രധാനമായിട്ടും ബാധിക്കുക. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് ദിനേഷ് കുമാറിനായിരിക്കും ഈ യോഗം കൂടുതലായിട്ട് ഫലപ്രദമായിട്ട് വരിക. ഗൃഹേ സുഖസ്ഥിതി അജഞ്ചലാർത്ഥ സഞ്ജയാഹ ക്ഷിതൗ പ്രസിദ്ധ കീർത്തയാഹ, ക്ഷിതിയിൽ വെച്ച് ഭൂമിയിൽ വെച്ച് നല്ലൊരു കീർത്തി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിദ്യാഭ്യാസത്തിൽ നല്ല മതിപ്പ് വരണം എന്നുള്ളതായിരിക്കുന്ന പൂർണ്ണ യോഗം ജാതകപ്രകാരം പറയുന്നുണ്ട്. മാത്രമല്ല ഗജകേസരി യോഗം മുതലായുള്ള നല്ല അനവധി യോഗങ്ങളും മറ്റു യോഗങ്ങളെല്ലാം ഉള്ള സ്ഥിതിക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സങ്ങളോ മറ്റൊന്നും പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നില്ല. ഇപ്പോഴുള്ള സമയം രാഹുദശയുടെ അവസാന കാലത്തിൽ ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും വരാം. അപ്പോഴേക്കും ഏകദേശം ഡിഗ്രി കഴിഞ്ഞ് ഉള്ളതായിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്തിൽ വിദ്യാഭ്യാസപരമായിരിക്കുന്ന ചെറിയ ചില മുടക്കങ്ങളൊക്കെ ഉള്ളതായിരിക്കുന്ന സാധ്യത പറയുന്നുണ്ട്. അതല്ലാതെ രാഹുദശാകാലം മൊത്തം ദോഷം ചെയ്യും എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായിരിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ മകൻ്റെ ജാതകം വായിച്ച ജ്യോത്സ്യൻ, അതായത് എഴുതി വായിച്ച ജ്യോത്സ്യൻ പറഞ്ഞ് രാഹുദശ ഗുണം ചെയ്യും എന്ന് പറഞ്ഞ കാര്യത്തിനോടാണ് എനിക്കും യോജിപ്പ് പ്രധാനമായിട്ടും പറയുന്നത്. കാരണം രാഹുദശ പൊതുവെ ദോഷപ്രദമാണെങ്കിലും താങ്കളുടെ മകൻ്റെ ജാതകപ്രകാരമുള്ള രാഹു വളരെ നല്ല അഭീഷ്ട കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്ന ഗുണപ്രദനായിരിക്കുന്ന രാഹു ആയിട്ടാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ദോഷമില്ല. സമ്പത്താരാധിപനായിരിക്കുന്ന ദശയാണ്, 2ാമത്തെ ദശയാണ് രാഹുദശാകാലം വന്നിരിക്കുന്നത്. അതും ദോഷപ്രദമായിട്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നില്ല, ഗുണം തന്നെയാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഭയപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യം ഒട്ടും തന്നെ ഇല്ല. മകന്റെ ജീവിതത്തിനെ എങ്ങനെയാകും ബാധിക്കുക എന്നുള്ളതാണ് ദിനേഷ് കുമാർ പ്രത്യേകമായി ചോദിച്ചിരിക്കുന്നത്. മകന്റെ ജാതകത്തിന് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ തന്നെയാകും ഈ രാഹുവിന്റെ ദശാകാലം ബാധിക്കുക. അതിനാൽ യാതൊരുവിധ ചിന്തയ്ക്കും വ്യസനത്തിനും അവിടെ അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ്. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ രീതിയിലുള്ള ഫലമറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കുന്നതായ വിലാസം ദ പ്രൊഡ്യൂസർ UTV ആദിത്യ ഇൻ മനങ്ങോട് നെന്മാറ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടുന്നതായ വിലാസം പാടൂർ ജ്യോത്സ്യൻ KP ശ്രീവാസ്തവ് SBT ബാങ്കിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447 3201 9.